ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ഇതേ കണക്ക് കേസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റിനിയെക്കുറിച്ചും കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതേ കണക്ക് റിനി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിച്ച് അതേപോലെ തന്നെ കണ്ടതിന് ശേഷം ഒരു 24 മണിക്കൂറിന് ശേഷമാണ് തനിക്ക് ഇതേ കണക്ക് മോശമായിട്ടുള്ളൊരു മെസ്സേജ് അയച്ചതെന്നുള്ള രീതിയിലായിരുന്നു റിനി പറഞ്ഞിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാളിന് ശേഷം ഉണ്ടെങ്കിൽ താൻ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്തും ഇതേ കണക്ക് റിനി വിളിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തൻ്റെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ബർത്ത്ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് തന്നെ താനൊന്ന് ഇതേ കണക്ക് ആശംസ അറിയിക്കണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ആശംസ അറിയിക്കുകയും ചെയ്തു. അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു ദിവസം തന്നെ വിളിച്ചിട്ട് താൻ തൃശ്ശൂരാണെന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ പറയുന്നുണ്ടായിരുന്നു അതെ ഞാൻ തൃശ്ശൂർ തന്നെയാണ്. അങ്ങനെ തൃശ്ശൂർ ഇതേ കണക്ക് റിനി വരികയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്കത്തുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഞാൻ ഇതേ കണക്കാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഇതേ കണക്ക് കണ്ട് സംസാരിച്ച് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോശമായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ തെളിവുകളും തൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വേണമെങ്കിലും താനുണ്ടെങ്കിൽ പുറത്ത് വിടാൻ തയ്യാറാണ്. പക്ഷെ അതിന് റിനിയും കൂടെ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിപ്പോൾ പുറത്ത് വിടാമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. സോ ഇതേ കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ രാഹുൽ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇതേ കണക്ക് തെളിവ് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായിരുന്നാലും ഇതേ കണക്ക് റിനിയുടെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും റിനിയുടെ കയ്യിലും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.